പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി നിലയ്ക്കൽ ഓർത്തഡോക്സ് പള്ളിയുടെ മുന്നിലാണ്. ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ വാക്കത്തോൺ എന്ന ലഹരിക്കെതിരായിട്ടൊരു പ്രോഗ്രാം ഇവിടെ നടക്കുകയാണ്. നമുക്ക് ഇതിന്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. തുടക്കമല്ല, തുടർച്ചയാണ്. ഈ മാരക വിപത്ത് തുടച്ചു നീക്കം വരെയുള്ള പോരാട്ടങ്ങളുടെ തുടർച്ചയാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കോട്ടയത്തെ യുവജന പ്രസ്ഥാനം സംഘടിപ്പിക്കപ്പെടുന്ന കോട്ടയത്തെ യുവതയുടെ ലഹരിക്കെതിരെയുള്ള പോരാട്ടങ്ങളുടെ തുടർച്ചയായ വാക്കത്തോൺ ഈ ലഹരി രോഗത്തിനെതിരെയുള്ള സാമൂഹിക അവബോധം സൃഷ്ടിക്കാനുള്ള ലക്ഷ്യത്തോടുകൂടി പ്രസ്ഥാനം കോട്ടയം പഞ്ചായത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന ലഹരിവിരുദ്ധ വാക്കത്തോൺ നിലയ്ക്കൽ പള്ളിയുടെ നിന്നും ആരംഭിച്ചത് പുതുപ്പള്ളി കവലയെ ലക്ഷ്യമാക്കി പ്രയാണം ആരംഭിച്ചിരിക്കുന്നു. ലഹരിക്കെതിരെയുള്ള പോരാട്ടങ്ങളുടെ തുടർച്ചയാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ വാക്കത്തോൺ ഇതാ പുതുപ്പള്ളിയുടെ മണ്ണിലൂടെ കടന്നു വരുന്നു. കോട്ടയം ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിനന്ദ ഡോക്ടർ യൂഹാനൻ മാർ ദിയോസ്കോറോസ് തിരുമേനി, അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് എം.പി, നിലയ്ക്കൽ പള്ളി അങ്കണത്തിൽ നിന്നും അഭിവന്യ ഡോക്ടർ യൂഹാനൻ മാർ ദിയോസ്കോറോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ വാക്കത്തോൺ പുതുപ്പള്ളി കവലയിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കകം എത്തിച്ചേരുന്നതാണ്. ഈ ലഹരി വിരുദ്ധ പരിപാടി പുതുപ്പള്ളി കവലയിൽ എത്തിച്ചേരുമ്പോൾ അഭിവന്യ ഡോക്ടർ യൂഹാനൻ മാർ ദിയോസ്കോറോസ് തിരുമേനിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കോട്ടയത്തിന്റെ എം.പി അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ്, പുതുപ്പള്ളിയുടെ എം.എൽ.എ അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ, കോട്ടയം ഭദ്രാസന സെക്രട്ടറി റവറൻ ഫാദർ കെ.എം. സക്കറിയ എന്നിവർ സംസാരിക്കുന്നു. എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. ഇതാ നമ്മുടെ ലഹരി വിരുദ്ധ വാക്കത്തോൺ ഏതാനും നിമിഷങ്ങൾക്കകം കവലയിലേക്ക് എത്തിച്ചേരുന്നതാണ്. കോട്ടയം ഭദ്രാസനത്തിന്റെ മെത്രാപ്പൊലീത്തായും കോട്ടയം ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റുമായി സേവനമനുഷ്ഠിക്കുന്ന അഭിവന്യ ഡോക്ടർ യൂഹാനൻ മാർ ദിയോസ്കോറോസ് തിരുമേനി ഏറ്റവും ആദരവുകളോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവനാമം മാത്തപ്പെടട്ടെ. നമ്മുടെ ദേശത്തിന്റെ എം.പി അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് അവറുകൾ, നമ്മുടെ എം.എൽ.എ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ, മലങ്കര സഭയുടെ അസോസിയേഷൻ സെക്രട്ടറി ഏറ്റവും പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ, കോട്ടയം മെത്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട കെ.എം. സക്കറിയാച്ചൻ, യുവജന പ്രസ്ഥാനം ഭദ്രാസനത്തിന്റെ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട തോമസ് മാത്യു തച്ചൻ, പുതുപ്പള്ളി പള്ളി വികാരി സഹപട്ടക്കാർ, നിലയ്ക്കൽ പള്ളി വികാരി സഹപട്ടക്കാർ, മറ്റു കടന്നു വന്നിരിക്കുന്ന വൈദികരെ, പ്രിയപ്പെട്ട ജനപ്രതിനിധികളെ, യുവജന പ്രസ്ഥാനത്തിന്റെ അംഗങ്ങളായി വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രവർത്തകരെ, എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലുന്നു.
മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ AD 52 പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായിൽ സ്ഥാപിതമായെങ്കിൽ അതിൽ കോട്ടയം മെത്രാസനം രൂപീകൃതമായിട്ട് 150 വർഷമാകുന്നു. സഭാമക്കൾ ദൈവത്തോടുള്ള നന്ദി അറിയിക്കുന്നതിന് വേണ്ടി സമൂഹത്തിന്റെ നല്ല മാറ്റങ്ങൾക്ക് വേണ്ടി ഗുണകരമായ ചില പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നു. നമ്മെ ഇപ്പോൾ അലട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഒരു ദുരന്തമായി നമ്മുടെ മുമ്പാകെ നിൽക്കുന്ന മദ്യത്തിന്റെയും മയക്കുമരുന്നുകളുടെയും ലഹരി വസ്തുക്കളുടെയും ഉപയോഗവും അത് ഉപയോഗിക്കുവാനായിട്ട് അവർക്ക് ലഭിക്കുന്ന അവസരങ്ങളും അതുവഴി നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന ശിഥിലീകരണ പ്രക്രിയകളും. താളം ദൈവസൃഷ്ടിച്ച താളം അനുസരിച്ച് പോകേണ്ട ദൈവമക്കൾ എന്ന നിലയ്ക്ക് നമുക്കതിനുള്ള നിയമങ്ങളുണ്ട് എങ്കിലും അതിന് സാധ്യമാകാതെ താളം തെറ്റിപ്പോകുന്ന കുടുംബങ്ങളും സമൂഹങ്ങളും വ്യക്തികളും ധാരാളമായി കൂടിക്കൊണ്ടിരിക്കുന്നു. പല കാരണങ്ങൾ അതിന് പിന്നിലുണ്ടെങ്കിലും ഇപ്പോൾ നാം അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുരന്തമാണ് മദ്യപാനത്തിന്റെ, ലഹരി വസ്തുക്കളുടെ, മയക്കുമരുന്നുകളുടെ ഉപയോഗം. അത് സാധാരണഗതിയിൽ പുരുഷന്മാരിൽ മാത്രം കണ്ടുവന്നിരുന്നായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് സ്ത്രീകളിലേക്കും കുഞ്ഞുങ്ങളിലേക്കും ഒക്കെ വ്യാപിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ്. കുടുംബങ്ങൾ ഇതുമൂലം നശിക്കുന്ന വലിയൊരു കാഴ്ച നാം എല്ലാവരും കാണുകയാണ്. നമ്മുടെ മുമ്പാകെ ഇതൊരു ദുരന്തമായി തന്നെ നിൽക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യത്തെ വിസ്മരിക്കുവാനായി ആർക്കും പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ഈ ദുരന്തത്തെ തടയുക എന്നത് ഓരോ വ്യക്തിയുടെയും നിയോഗമായി സ്വീകരിക്കണം. കോട്ടയം മെത്രാസനിലെ യുവജന പ്രസ്ഥാനം അത് മനസ്സിലാക്കി, പ്രത്യേകിച്ച് യുവജന പ്രസ്ഥാനത്തിന്റെ പുതുപ്പള്ളി ഡിസ്ട്രിക്റ്റിന്റെ നേതൃത്വത്തിൽ ഇങ്ങനൊരു വാക്കത്തോൺ സമൂഹത്തിന് ബോധവൽക്കരണം നടത്തുവാനായി ക്രമീകരിച്ചതിൽ അവരോടുള്ളതായ സ്നേഹം, വാത്സല്യം ഞാൻ അറിയിക്കുന്നു. ദേശത്തുള്ള ദൈവമക്കൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ വിപത്തിനെതിരെ കഠിനമായി ശക്തമായി പോരാടണമെന്ന് പ്രത്യേകമായി ഞാൻ പ്രബോധിപ്പിക്കുന്നു. അധികമായി ദീർഘിപ്പിക്കുന്നില്ല. വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഇവിടെയുണ്ട്. നമ്മുടെ ദേശത്തിന്റെ MP, നാം എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ്, നമ്മുടെ തന്നെ സന്താനമായ പ്രിയപ്പെട്ട ചാണ്ടി ഉമ്മൻ MLA, നമ്മുടെ സഭയുടെ അസോസിയേറ്റ് സെക്രട്ടറി ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ, മലങ്കര സഭയുടെ കോട്ടയം മെത്രാസന്റെ മദ്രാസൻ സെക്രട്ടറി ഉൾപ്പെടെയുള്ള വൈദികർ, യുവജന പ്രസ്ഥാനത്തിന്റെ പ്രധാന പ്രവർത്തകർ മിക്ക പേരും ഇവിടെയുണ്ട്. എല്ലാവരെയും സ്നേഹപൂർവ്വം ഒറ്റവാക്കിൽ ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ചാണ്ടി ഉമ്മൻ MLA ഒരു വാക്ക് പറയാനായിട്ട് ബഹുമാനപ്പെട്ട MP-യുടെ പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് MP-യുടെ അനുവാദത്തോടെ ഞാൻ ക്ഷണിച്ച് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിച്ചുകൊള്ളട്ടെ. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ തിരുവനന്തപുരത്തുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട ഈ നാടിന്റെ ജനനായകൻ, പ്രിയങ്കരനായ MP ശ്രീ ഫ്രാൻസിസ് ജോർജ് അവർ, ഏറ്റവും പ്രിയപ്പെട്ട ബിജുവൻ സാറ്, പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠ പുതുപ്പള്ളി പള്ളിയുടെയും അതുപോലെ തന്നെ നൽകിപ്പള്ളിയുടെ വികാരിമാരാൻ അധ്യക്ഷൻ, പ്രിയപ്പെട്ട ഡാനി, പ്രിയപ്പെട്ട മറ്റ് വൈദിക ശ്രേഷ്ഠ, പ്രിയപ്പെട്ട അച്ഛൻ, ഓണച്ചൻ, പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠ, പ്രിയപ്പെട്ട, ഞാനൊരു നീണ്ട പ്രസംഗത്തിന് കൊടുക്കുന്നില്ല. എല്ലാവിധ ആശംസകളും ഈ വാക്കത്തോണ്ട് നേരുന്നു. തീർച്ചയായിട്ടും ഇന്നത്തെ ആവശ്യകത ഡ്രഗ്സിനെതിരെയുള്ള ഒരു പോരാട്ടം. നമ്മുടെ നാട്ടിൽ മുഴുവൻ ഡ്രഗ്സ് പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ തടയുവാൻ ഗവൺമെന്റ് മാത്രം വിചാരിച്ചാൽ സാധിക്കില്ല. നമ്മൾ ഓരോരുത്തരും വിചാരിക്കണം. നമ്മൾ ആയിരിക്കുന്ന മതസമൂഹങ്ങൾ വിചാരിക്കണം. വിവിധ രാഷ്ട്രീയ കക്ഷികൾ, യുവജന പ്രസ്ഥാനങ്ങൾ, പാർട്ടികൾ എല്ലാവരും ചേർന്ന് തീരുമാനിച്ചാൽ മാത്രമേ ഈ ഒരു ആപത്തിനെ തടയാൻ സാധിക്കത്തുള്ളൂ. അതിനുവേണ്ടി മുന്നോട്ട് വന്നിരിക്കുന്ന കോട്ടയം ഭദ്രാസനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഭദ്രാസന അധിപൻ അഭിവന്ധ്യ ജോസ്കോറസിനെയും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ഭാരവാഹികളെയും, പ്രിയപ്പെട്ട ഡാനി അടക്കമുള്ള പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ
നേതാക്കന്മാര് എല്ലാവരും ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. നമുക്ക് ഡ്രഗ്സ് ഇത് നമ്മുടെ സമൂഹത്തെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചെറുപ്പക്കാരുടെ കഴിവിനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും അതിനെതിരെ പടപൊരുതുവാൻ ഓർത്തഡോക്സ് സഭയുടെ കോട്ടയം ഭദ്രാസനം നേതൃത്വം കൊടുക്കുന്ന ഈ പരിപാടി എല്ലാവിധമായ ആശംസകൾ നേർന്നുകൊണ്ട് പ്രിയപ്പെട്ട തിരുമേനിയോട് നന്ദി പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട എംപിയോടും നന്ദി പറഞ്ഞു പ്രോട്ടോകോൾ ലംഘിക്കാൻ അനുവദിച്ചതിന് അദ്ദേഹത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഈ യോഗത്തിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട തിരുമേനിയോടും ആശംസകൾ അറിയിച്ച് സംസാരിച്ച പുതുപ്പള്ളിയുടെ MLA ശ്രീ അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മനോടുള്ള ഏറ്റവും പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. അടുത്തതായി ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്നതിനായി കോട്ടയത്തിന്റെ MP അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് അവറുകളെ ഏറ്റവും ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സമ്മേളനാധ്യക്ഷനും അതുപോലെ തന്നെ ഈ വാക്കത്തോണിന് നേതൃത്വം കൊടുക്കുകയും ചെയ്ത അഭിമന്യ ഡോക്ടർ യുഹാനൻ മാർ ജെയിംസ് കോറോസ് മെത്രാപ്പൊലീത്ത തിരുമേനി, പ്രിയങ്കരനായ ചാണ്ടി ഉമ്മൻ MLA, ഏറെ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് ടിജു ഉമ്മൻ അസോസിയേഷന്റെ സെക്രട്ടറി, ഇവിടെ വേദിയിലുള്ള ബഹുമാനരായ ആദരണീയരായ വൈദികരെ, യുവജന പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി ശ്രീ സി മാത്യു, അതുപോലെ മറ്റ് ഭാരവാഹികളെ, ഈ വാക്കത്തോണിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, സുഹൃത്തുക്കളെ, അഭിമന്യ പിതാവ് സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ ഒരു വിപത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടാണ് നമ്മളിന്നിവിടെ ഈ വാക്കത്തോൺ സംഘടിപ്പിച്ചത്. ഞാൻ ആദ്യമായി അഭിമന്യ പിതാവിനെയും ഇന്ന് നേതൃത്വം കൊടുത്ത നമുക്ക് സന്ദേശം നൽകി ഈ വിപത്തിൽ നിന്ന് നമ്മുടെ നാടിനെ രക്ഷിക്കണം എന്ന് പ്രാർത്ഥിക്കുന്ന, അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ ഈ സന്ദേശം യുവജനങ്ങളിലേക്കും നാട്ടിലെ എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന അഭിമന്യ പിതാവിനെ, യുവജന പ്രസ്ഥാനത്തിലെ ആദരണീയരായ നേതാക്കളെ, നിങ്ങളെല്ലാവരെയും ഞാൻ ആർദ്രവുമായിട്ട് അനുമോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെയുള്ളവരെ ഇവിടെ പിതാവ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട് ഇന്ന് വലിയൊരു വിപത്തിനെ, ലോകം തന്നെ ഈ വിപത്തിനെ നേരിടുകയാണ്. എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുക, ഇതിനൊരു അറുതി വരുത്തുക എന്നുള്ളതിനെ കുറിച്ച് എത്രയോ വർഷങ്ങളായി രാജ്യങ്ങൾ, ലോകം മുഴുവൻ ഒരു വലിയ വിപത്തിനെ എങ്ങനെ നിയന്ത്രിക്കും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിലും ഇത് പടർന്നു പിടിക്കുകയാണ്, ഒരു പകർച്ചവ്യാധി പോലെ പകർന്നു പിടിക്കുന്ന അവരാണ്. നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി എന്താണ്? ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഈ മയക്കുമരുന്നിന് വിപത്ത് നേരിടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. 100 ദശലക്ഷം ആളുകൾ ഇന്ത്യയിൽ ഈ മയക്കുമരുന്നിന് അടിമകളാണ് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. കേരളത്തിലെ സ്ഥിതി എന്താണ്? ഇന്നിപ്പോ 2024 ഒരു കണക്കിൽ പറയുന്ന 7,50,000 ആളുകൾ, മുതിർന്നവർ, 75,000 കുട്ടികൾ, ഏതാണ്ട് 10-നും 17-നും വയസ്സിലെ പ്രായത്തിനിടയിലുള്ള കുട്ടികൾ ഇന്ന് മയക്കുമരുന്നിന് നമ്മുടെ നാട്ടിൽ അടിമകളാണ്. എന്ത് വലിയൊരു വിപത്തിനെയാണ് നമ്മൾ നേരിടുന്നത്. കുറെ കാലം മുമ്പ് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് പഞ്ചാബായിരുന്നു ഇക്കാര്യത്തിൽ മുന്നിൽ നിന്നത്. ഇന്നിപ്പോ നമ്മൾ പഞ്ചാബിനെ ഓവർടേക്ക് ചെയ്തിരിക്കുകയാണ്. 2024 പഞ്ചാബിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകൾ, MBBS കേസുകൾ എന്ന് പറയുന്നത് 1,000 ചില്ലറയാണ്. കേരളത്തിൽ അത് 24,700-ലധികമാണ്. 25,000-ഓളം കേസുകളാണ് ഈ കഴിഞ്ഞ വർഷം ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ള കേസുകൾ. അപ്പൊ ഇത് വലിയ തോതിൽ വർദ്ധിക്കുകയാണ്. ഇത് നമുക്കറിയാമല്ലോ, ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് വരുന്നു, പ്രത്യേകിച്ച് നമ്മളുടെ അതിർത്തി രാജ്യങ്ങളിൽ നിന്ന്, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് നമ്മുടെ രാജ്യത്ത് കടന്നു വരികയാണ്. നമുക്കൊരു നീണ്ട തീരമേഖലയുണ്ട്, അതിലൂടെ എല്ലാം കടന്നു വരും. ഇതിനെ നിയന്ത്രിക്കുക എന്നുള്ളത് സർക്കാരും സർക്കാരിന്റെ ഏജൻസികളും വളരെ കർശനമായിട്ടുള്ള നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു. ചെറിയ അളവിൽ കൈവശം വെച്ചാൽ കുഴപ്പമില്ല, ചെറിയ ഒരു ഫൈൻ അടച്ച് നമുക്ക് ജാമ്യം നേടി പോകാമെന്നുള്ള ആ വ്യവസ്ഥയൊക്കെ മാറ്റി വളരെ കർശനമായിട്ടുള്ള നിയമവ്യവസ്ഥകൾ കൊണ്ടുവന്നേ പറ്റും. കാരണം ഇത് ഈ രാജ്യത്തെ തകർക്കും, ഏത് രാജ്യത്തെയും ഏത് ജനതയെയും തകർക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്നിപ്പോ ഒരു രാജ്യത്തെ തകർക്കണമെന്നുണ്ടെങ്കിൽ അതിന് വലിയ വലിയ തോതിലുള്ള യുദ്ധസന്നാഹങ്ങളോ അതല്ലെങ്കിൽ വലിയ വെടിക്കോപ്പുകളൊന്നും അല്ല ആവശ്യം. അതിനേക്കാളൊക്കെ ചെലവ് കുറച്ച് ഇഞ്ചിഞ്ചായി കൊല്ലാൻ കഴിയുന്ന ഈ അതിമാരകമായിട്ടുള്ള വിപത്തിനെതിരെ മനുഷ്യ മനസാക്ഷി ഉണരണം. യുവജനങ്ങൾ പ്രത്യേകിച്ച് ഇതേക്കുറിച്ച് ബോധവാന്മാരാകണം. നമ്മുടെ ജീവിതമാണ് ഇല്ലാതായിത്തീരുന്നത്.
അങ്ങനെയല്ലല്ലോ, അതിനു വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ ഈ ലോകത്ത് ദൈവം നമുക്ക് ജന്മം നൽകിയിട്ടുള്ളത്. ഈ ലോകത്ത് ഫലപ്രദമായി ജീവിക്കാൻ നമുക്ക് ദൈവം തന്നിട്ടുള്ള കഴിവുകൾ നല്ല രീതിയിൽ ഉപയോഗിച്ച് ഏറ്റവും നല്ല രീതിയിൽ വളർന്നു വരാനും ഉയർന്നു വരാനും അതിലൂടെ സമൂഹത്തിൽ വ്യക്തിപരമായും കുടുംബത്തിലും അതുപോലെ തന്നെ സമൂഹത്തിലും സേവനം ചെയ്യുന്നവരായി മാറാനും എല്ലാമുള്ള നമ്മുടെ ദൗത്യം, ആ ദൗത്യം മറന്ന് ഇതുപോലുള്ള ഒരു തെറ്റിലേക്ക് വഴുതി വീഴുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ കുറ്റകൃത്യമാണ്, ക്രൂരതയാണ്. അപ്പൊ അതിലൊന്നും പെട്ടുപോകാതിരിക്കാൻ വേണ്ടി ആത്മീയമായിട്ടുള്ള വളർച്ച, അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനും ക്രമപ്പെടുത്താനും എല്ലാമുള്ള അഭിമന്യ പിതാക്കന്മാരുടെ, വൈദിക ശ്രേഷ്ഠരുടെ, നമ്മുടെ മാതാപിതാക്കളുടെയൊക്കെ ഉപദേശം അത് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് തീർച്ചയായിട്ടും കഴിയും. അങ്ങനെയുള്ള വലിയൊരു സന്ദേശം നൽകിക്കൊണ്ടാണ് ഇന്നിവിടെ ഈ വാക്കത്തോൺ സംഘടിപ്പിച്ചത്. ഒരിക്കൽ കൂടി സംഘാടകരെ എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു. അഭിമന്യ പിതാവിന്റെ അനുഗ്രഹാശികളോടുകൂടി നമ്മൾ നടത്തിയ ഈ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും കൂടുതൽ ഈ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കാൻ, പ്രത്യേകിച്ച് യുവജനങ്ങളിലെ മനസ്സിലേക്ക് എത്താൻ, അതിലൂടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും. ഒരു കാരണവശാലും ഇതുമായി ഒരു തരത്തിലും നമ്മൾ ബന്ധപ്പെടില്ല എന്നുള്ള പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനല്ല, എല്ലാ വിധത്തിലുമുള്ള ഈശ്വരാനുഗ്രഹവും ദൈവാഗ്രഹവും ഉണ്ടാകട്ടെ എന്നുള്ള ആശംസയോടും പ്രാർത്ഥനയോടും കൂടി ഒരിക്കൽ കൂടി ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും ഹാർദവമായിട്ട് അനുമോദിച്ചുകൊണ്ട് ഞാൻ എന്റെ ചുരുങ്ങിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, അഭിവാദനം. നമുക്കായി മുഖ്യ സന്ദേശം നൽകിക്കൊണ്ട് സംസാരിച്ച ബഹുമാനപ്പെട്ട MP അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് അവരോടുള്ള നന്ദിയും സ്നേഹവും കോട്ടയം ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിന്റെ പേരിലും പുതുപ്പള്ളി ഗ്രൂപ്പിന്റെ പേരിലും ഈ ഒരു നിമിഷം അറിയിക്കുകയാണ്. അടുത്തതായി നമുക്ക് വേണ്ടി മനോഹരമായ ഒരു ഫ്ലാഷ് മോബ് അവതരിപ്പിക്കുന്നു പുതുപ്പള്ളി ഗ്രൂപ്പിന്റെ തോട്ടക്കാട് അത്രയും യുവജന പ്രസ്ഥാനാംഗങ്ങൾ. തോമസ് മാത്യു അച്ഛൻ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്ന പ്രസ്ഥാനത്തിന്റെ ഭദ്രാസന സെക്രട്ടറി പ്രിയപ്പെട്ട സിറിൽ,